അന്ന് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 15, 2016 മഹാരാഷ്ട്രയിലെ കലംബുലിയിലുള്ള രാജു കൗർ എന്ന് പറയുന്ന ഒരാൾ ആകെ ടെൻഷനിലാണ്. ആളിങ്ങനെ ഫോണിൽ ഒരു നമ്പർ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ ആ ഒരു കോള് റീച്ച് ആകുന്നില്ല. അപ്പോൾ ആളുടെ മകൾ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കണക്റ്റ് ആവുന്ന മകളെ ആൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആളുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു കോള് കണക്റ്റ് ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലെന്തൊക്കെയോ ഒരു പന്തികേട് ആൾക്ക് തോന്നുകയാണ്. അങ്ങനെ രാജു അവിടെ നിന്ന് കുറച്ച് മാറി ആ ഒരു കോൾ ചെയ്തിരുന്ന വ്യക്തി താമസിച്ചിരുന്ന വീട്ടിലോട്ട് പോയി നോക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. രാജു അവിടെ എത്തി നോക്കുമ്പോൾ ആ ഒരു വീട് പുറത്ത് നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആള് വർക്ക് ചെയ്യുന്ന ഓഫീസിലോട്ട് പോയി നോക്കാനായിട്ട് രാജു തീരുമാനിച്ചു. നേരെ ആ ഒരു ഓഫീസിലോട്ട് എത്തി. അവിടെ എത്തി അന്വേഷിച്ചപ്പോഴാണ് മറ്റൊരു കാര്യം ആൾ മനസ്സിലാക്കുന്നത്. ഈ വ്യക്തി കഴിഞ്ഞ 4 ദിവസമായിട്ട് ഓഫീസിലോട്ട് വന്നിട്ടുമില്ല, അതുപോലെ തന്നെ ലീവിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ തന്നെ ആൾ തീരുമാനിച്ചു. അതേ ഓഫീസിൽ തന്നെ ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഓഫീസ് എന്താണ് സ്ഥലം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, അതൊരു പോലീസ് സ്റ്റേഷനിലായിരുന്നു. അപ്പോൾ ആ ഒരു പോലീസ് സ്റ്റേഷനിലത്തെ ഒരു ഉദ്യോഗസ്ഥരെ തന്നെ ആയിരുന്നു ആൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നത്. യെസ്, കലംബുലി പോലീസ് സ്റ്റേഷനിലത്തെ ഒരു ഓഫീസർ തന്നെയായിരുന്നു മിസ്സായിട്ടുണ്ടായത്. അപ്പോൾ അശ്വിനി എന്നായിരുന്നു അവരുടെ പേര്. ആൾ വേറെ ആരും ആയിരുന്നില്ല, രാജുവിൻ്റെ വൈഫായിരുന്നു. അങ്ങനെ ആളൊരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു. കഴിഞ്ഞ 4 ദിവസമായിട്ട് അവരെക്കുറിച്ച് യാതൊരു വിവരമില്ല എന്നുള്ളതും, അതേപോലെ തന്നെ ഫോണിലോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതും ആ ഒരു കംപ്ലൈൻറ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ആ ഒരു കംപ്ലൈൻറ്റിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഫോണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടും മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജുകൾ നോക്കുമ്പോൾ അത് ഒരിക്കലും ഈ ഒരു അശ്വിനി എന്ന് പറയുന്ന സ്ത്രീ അയക്കുന്നത് പോലെയുള്ള മെസ്സേജുകളല്ല, വേറെ ആരും അയക്കുന്ന മെസ്സേജ് പോലെയാണ് തനിക്ക് തോന്നിയതെന്നും ആ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ അശ്വിനി താമസിക്കുന്ന വീട്ടിലോട്ട് പോയി നോക്കിയതെന്നും അപ്പോൾ ആ ഒരു വീട് ലോക്ക്ഡ് ആയിരുന്നെന്നും അങ്ങനെയാണ് ഈ ഒരു ഓഫീസിലോട്ട്, അതായത് പോലീസ് സ്റ്റേഷനിലോട്ട് വന്ന് അന്വേഷിച്ചത്. അപ്പോഴാണ് അവരെ കാണാനില്ല എന്നുള്ളൊരു വിവരം അറിഞ്ഞതെന്നും അങ്ങനെയാണ് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായത്. അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തു. എന്നാൽ ആ സമയത്ത് രാജുവിനോ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കോ അറിയില്ലായിരുന്നു ആ ഒരു കേസ് ഏകദേശം 9 വർഷത്തോളം നീണ്ടു നിൽക്കുമെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് അശ്വിനിക്ക് എന്താണ് സംഭവിച്ചത്? അവർ എങ്ങോട്ടാണ് പോയത്? പോലീസുകാർ അവരെ കണ്ടെത്തിയോ? എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? 2016 മഹാരാഷ്ട്രയെ തന്നെ ഞെട്ടിച്ച ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. മഹാരാഷ്ട്രയിലെ കോലാപൂരിലെ ആൾട്ടി എന്ന് പറയുന്ന ഒരു വില്ലേജിലായിരുന്നു ഈ അശ്വിനി എന്ന് പറയുന്ന പെൺകുട്ടി ജനിച്ചത്. ചെറുപ്പത്തിലെ തുടങ്ങി നന്നായിട്ട് പഠിക്കുകയൊക്കെ ആയിരുന്നു. വലുതായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആകണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. യെസ്, ഒരു യൂണിഫോം ജോബ് നേടണമെന്നും യൂണിഫോം ഇട്ടുകൊണ്ട് ആളുകളെ സേവിക്കണം എന്നുള്ളതും അവരുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ സ്കൂളിൽ പഠിച്ചു, അതേപോലെ തന്നെ കോളേജിലും മറ്റുമൊക്കെ നല്ല രീതിയിൽ പഠിച്ചു. കോളേജൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പോലീസ് ടെസ്റ്റിനും മറ്റുമൊക്കെ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾക്കെല്ലാം തന്നെ തടയിടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. മറ്റാരുമല്ല, അവരുടെ ഫാമിലി. അതായത് ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏർലി 2000s ആണ്. ആ ഒരു സമയത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പെൺകുട്ടികളെ കോളേജിലോട്ട് വിടുന്നത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അതൊരു വലിയ കാര്യമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജോലിക്കൊന്നും പോകണ്ട, നീ എന്തായാലും നേരെ കല്യാണം കഴിച്ച് പോയാൽ മതി എന്നുള്ളൊരു നിലപാടിലായിരുന്നു അശ്വിനിയുടെ വീട്ടുകാരുണ്ടായിരുന്നത്. മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് അശ്വിനി അതിന് സമ്മതിക്കായിരുന്നു. അല്ലാതെ വേറൊരു ഓപ്ഷൻ ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു ഗ്രാമത്തിലുള്ള ഏതൊരു പേരൻസ് ചിന്തിക്കുന്നത് പോലെ തന്നെയായിരുന്നു അശ്വിനിയുടെ പേരൻസും ചിന്തിച്ചത്. അങ്ങനെ അശ്വിനിക്ക് വേണ്ടിയിട്ടുള്ള ചെറുക്കനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് രാജുവിൻ്റെ ആലോചന വരുന്നത്. ആ ഒരു സമയത്ത് രാജു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ആൾ ജസ്റ്റ് ഒരു എഞ്ചിനീയർ മാത്രമായിരുന്നില്ല, ആള് എന്താ പറയുക, ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അതേപോലെ തന്നെ ആള് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല സ്വഭാവമായിരുന്നു. ആളുടെ ഫാമിലി നല്ല ഫാമിലി ആയിരുന്നു. അപ്പോൾ ഈ ഒരു എന്താ പറയുക ആലോചന വന്നപ്പോൾ അശ്വിനിയുടെ ഫാമിലിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അശ്വിനിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രാജുവിൻ്റെ ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെ 2005 രാജുവിൻ്റെയും അശ്വിനിയുടെയും വിവാഹം കഴിയുകയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞു. കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്ന ആ ഒരു ടൈമിൽ അശ്വിനിയുടെ അടുത്ത് രാജു പറയാണ്, നീ എന്തായാലും ഇത്രയും പഠിച്ചിട്ടൊക്കെ ഇല്ലേ, നിനക്ക് ആഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, നീ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ഒരാളല്ല, നീ നിൻ്റെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാര്യയാൾ മോട്ടിവേറ്റ് ചെയ്യാണ്. അതിനുശേഷം ആ ഒരു മോട്ടിവേഷൻ്റെ ബലത്തിൽ അശ്വിനി നല്ല രീതിയിൽ പഠിക്കാനായിട്ട് തുടങ്ങി. അതായത് പോലീസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്താ പറയുക, രാപ്പകലില്ലാതെ ആ ഒരു സ്ത്രീ നന്നായിട്ട് തന്നെ പഠിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമെന്നുള്ളോണം അടുത്ത വർഷം തന്നെ ആ ഒരു പെൺകുട്ടിക്ക് എന്താ പറയുക അത്തരത്തിലുള്ളൊരു ജോലി ലഭിക്കുകയായിരുന്നു. യെസ്, അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടായിരുന്നു അവർക്ക് ജോലി ലഭിച്ചത്, അതായത് APA ആയിട്ട്.
അങ്ങനെ പൂനെയിലുള്ള ഒരു സ്റ്റേഷനിൽ അവർ ജോയിൻ ചെയ്യായിരുന്നു. അവിടെ അങ്ങനെ കുറച്ച് നാൾ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം അവർക്ക് രത്നഗിരിയിലോട്ട് ട്രാൻസ്ഫർ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ പ്രൊഫഷണൽ ലൈഫും അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് അവരെ കാണാതാകുന്നത്. അപ്പോൾ പോലീസുകാർ കേസെടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ആദ്യം തന്നെ അവർ ക്വസ്റ്റ്യൻ ചെയ്തത് രാജുവിനെ തന്നെയാണ്. അവരെങ്ങനെ കാണാതായി, ഏതൊരു സമയത്താണ് കാണാതായത്, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ രാജു തനിക്ക് സംശയമുള്ള ഒരാളുടെ പേര് പറയുകയായിരുന്നു. എന്നാൽ ആ ഒരു പേര് കേട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി. അവർ ഒരടി പിന്നോട്ട് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീനിയർ പോലീസ് ഓഫീസറുടെ പേരായിരുന്നു രാജു അവിടെ പറഞ്ഞത്. അപ്പോൾ ആളൊരു സീനിയർ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റിലായിക്കോട്ടെ പൊളിറ്റിക്സിലായിക്കോട്ടെ. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് നല്ല രീതിയിൽ ലാഗ് ആവുകയാണ്. ആ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും ഇയാളുടെ മേലാണ് സംശയം എന്ന് പറഞ്ഞിട്ടും ആ ഒരു കേസ് പിന്നെ മുന്നോട്ട് പോയില്ല. അത് അവിടെ തന്നെ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ടായിരുന്നു ആ ഒരു കേസ് പിന്നീട് പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും രാജു പതറിയില്ല. ഈ ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആൾ സ്ഥിരമായിട്ട് മുംബൈയിലും മറ്റൊക്കെ പോകാനായിട്ട് തുടങ്ങി. എന്തിനേറെ പറയുന്നു, ചീഫ് മിനിസ്റ്ററെ കണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തു, ഗവർണറെ കണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെ ഹയർ ഓഫീസേഴ്സിനെ പലരെയും കണ്ട ആൾ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. ആ ഒരു കേസ് എങ്ങനെയെങ്കിലുമൊക്കെ അന്വേഷിക്കണം എന്നുള്ളൊരു രീതിയിൽ ആൾ അതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. എന്നാലും ആ ഒരു കേസിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ കേസ് കോടതിയിലെത്തി. കോടതി നോക്കിയപ്പോൾ പോലീസുകാർ ഈ ഒരു കേസ് മര്യാദക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കോടതിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ പോലീസുകാരുടെ അടുത്ത് ഈ ഒരു കേസ് മര്യാദക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് കോടതി പറയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു കേസിന് കുറച്ച് എക്സ്പോഷർ കിട്ടുന്നത്. അതായത് ഒരു ലേഡി പോലീസ് ഓഫീസറെ കാണാതായെന്നും ഇത്രയും നാളായിട്ട് ആ ഒരു കേസിൽ യാതൊരു പുരോഗതിയില്ല എന്നും എന്താ പറയുക, കോടതി തന്നെ പോലീസുകാരുടെ അടുത്ത് മര്യാദക്ക് അന്വേഷിക്കാൻ പറയുകയാണെന്നുള്ള കാര്യം മീഡിയയും മറ്റുമൊക്കെ അറിഞ്ഞപ്പോൾ മീഡിയയിലൊക്കെ അത് ചർച്ചയാവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് കൂടുതൽ പ്രഷർ പോലീസിൻ്റെ മേൽ വരികയാണ്, മീഡിയയുടെ ഭാഗത്തു നിന്നും പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നും. അതേപോലെ തന്നെ ഓപ്പോസിഷൻ പാർട്ടിയുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്രഷർ കൂടെ വന്നപ്പോൾ ആ ഒരു കേസ് നല്ല രീതിയിൽ അന്വേഷിക്കുക അല്ലാതെ വേറൊരു നിവൃത്തിയില്ല എന്നുള്ളൊരു സെറ്റപ്പിലോട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥരെത്തുകയായിരുന്നു. അങ്ങനെ അശ്വിനിയുടെ മിസ്സിംഗ് കേസ് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഓർഡറും കാര്യങ്ങളും വരികയാണ്. സംഗീത എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു ആ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർ ആദ്യം തുടങ്ങിയിട്ട് ഈ ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. രണ്ടാമത് അവരാദ്യം തന്നെ ചെയ്തത് ഇവരുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാന്നുള്ളതായിരുന്നു. അങ്ങനെ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏപ്രിൽ 11, 2016 അവിടെ അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൽ അവർ പോയിട്ടുണ്ടായിരുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അവിടുത്തെ CCTVയും കാര്യങ്ങളൊക്കെ പോലീസുകാർ ചെന്നിങ്ങേറ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അന്നത്തെ ദിവസം അവരവിടെ ഉണ്ട്. അതായത് അവരും വേറൊരാളും ഇരുന്നിങ്ങേറ്റ് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു ഹോട്ടലിൽ നിന്ന് അവർ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്, ഒരു കാറിൽ കയറി പോകുന്നുമുണ്ട്. അതിനുശേഷം അവർ ആ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ വീണ്ടും ട്രാക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഗോബന്ദൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് അവർ പോയിട്ടുള്ളതെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അവിടെ എങ്ങോട്ടാണ് പോയതെന്ന് പോലീസുകാർ നോക്കിയപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അഭയ് കുരങ്കാർ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലോട്ടായിരുന്നു ആ ഒരു ഫോൺ സിഗ്നൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു അഭയ് തന്നെയായിരുന്നു ഹോട്ടലിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നതും. അപ്പോൾ ഈ ഒരു അഭയിനെ തന്നെയായിരുന്നു നമ്മളുടെ രാജുവിന് സംശയം ഉണ്ടായിരുന്നതും. യെസ്, ആള് ഒരു എന്താ പറയുക, ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ. പിന്നീട് ഈ ഒരു പോലീസ് ടീം ആ ഒരു വീട്ടിൽ വേറെ ഏതെങ്കിലും സിഗ്നലുകളും കാര്യങ്ങളും ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം വേറെ 2 ഫോൺ കൂടെ ആ ഒരു ഏരിയയിൽ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നതായിട്ട് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ആ 3 പേരെയും പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഈ ഒരു ഹയർ ഓഫീസറെയും ആളുടെ സുഹൃത്തായിട്ടുള്ള മഹേഷിനെയും പിന്നെ ആളുടെ ഡ്രൈവറായിട്ടുള്ള കുന്ദനെയും പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു, ക്വസ്റ്റ്യൻ ചെയ്തു. എത്രയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും അഭയും അതുപോലെ തന്നെ കുന്ദനും കുലുങ്ങിയില്ല. അവരുടെ വായിൽ നിന്നും ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യൽ മഹേഷിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവസാനം ആൾ ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ലാസ്റ്റ് നടന്ന എല്ലാ കാര്യങ്ങളും ആൾ തുറന്നു പറയുകയായിരുന്നു. ഈ ഒരു മഹേഷ് പറഞ്ഞത് കേട്ട് പോലീസുകാർ തന്നെ ആകെപ്പാടെ ഷോക്കായി പോവുകയാണ്. അപ്പോൾ അത്തരത്തിൽ എന്താണ് ആൾ പറഞ്ഞത്? അന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഏപ്രിൽ 11 ഇവർ ആ ഒരു ഹോട്ടലിൽ നിന്ന് ചെറിയ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നേരെ ഇറങ്ങി കാറിലോട്ട് കയറിയത്. അവിടെ നിന്ന് നേരെ ഈ ഒരു അഭയൻ്റെ വീട്ടിലോട്ട് പോയി. അതിനുശേഷം എന്താ പറയുക, വീണ്ടും ഒരു തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ ഒരു ടൈമിൽ തൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ബാറ്റ് എടുത്തിട്ട് ഇയാൾ ഈ ഒരു സ്ത്രീയുടെ തലക്കൊരു ഒറ്റ അടി കൊടുക്കുകയായിരുന്നു. ആ ഒരു അടിയേറ്റിട്ട് ബോധം കെട്ട് ആ ഒരു സ്ത്രീ നിലത്ത് വീണു. പിന്നെ ആൾ നോക്കിയപ്പോൾ ഒരു റെസ്പോൺസും കാര്യങ്ങളൊന്നുമില്ല. അതായത് ആ സ്പോട്ടിൽ തന്നെ ആ ഒരു സ്ത്രീ മരിക്കുകയായിരുന്നു.
അന്ന് രാത്രി മുഴുവൻ എന്ത് ചെയ്യും ഏത് ചെയ്യുന്ന അറിയാതെ ആള് അവിടെ തന്നെയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തൻ്റെ സുഹൃത്തായിട്ടുള്ള ഈ ഒരു മഹേഷിനെയും അതേപോലെ തന്നെ ഡ്രൈവറെയും ഇയാൾ വിളിക്കുന്നത്. ഇയാൾ വിളിച്ചതനുസരിച്ചിട്ട് അവർ രണ്ടുപേരും നേരെ അങ്ങോട്ട് എത്തുകയായിരുന്നു. ഇയാളെ ഹെൽപ്പ് ചെയ്യാമെന്നേറ്റു. എന്നിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡി പീസാക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നിട്ട് മരം മുറിക്കുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവർ ആ ഒരു ബോഡി പീസാക്കിയതും പിന്നീട് പല പല പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയതും. അതിനുശേഷം ഇവർ ഈ ഒരു ബോഡി ഡിസ്പോസ് ചെയ്തത് വാസയ ആറ്റിലാണ്. അങ്ങനെ ആ ഒരു ആറ്റിൽ കൊണ്ടുപോയിട്ട് ഈ ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്തു. എന്നിട്ട് ഈ ഒരു സ്ത്രീയുടെ ഫോൺ ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിൽ നിന്ന് ഇവർ പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഈ ഒരു സ്ത്രീയുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ മെസ്സേജ് അയക്കാണ് ഉണ്ടായത്. അതായത് അവർ മരിച്ചിട്ടില്ല, അവർ വേറെ എവിടേക്കോ ആണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിലൊരു ബുദ്ധിപൂർവ്വമായിട്ടുള്ളൊരു കാര്യം അവർ ചെയ്തത്. ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് അശ്വിനിയുടെ റിലേറ്റീവ് ആയിട്ടുള്ള അവിനാശിന് വന്ന മെസ്സേജൂടെ പോലീസുകാർ പരിശോധിക്കുകയാണ്. അതായത് ഈ ഒരു സ്ത്രീ മരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. അതായത് തനിക്ക് മെൻ്റലി ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും അപ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു 5-6 മാസം താൻ ഉത്തരാഖണ്ഡിലായിരിക്കും തുടങ്ങിയിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അശ്വിനി ഇവിടെ ഇല്ല എന്നുള്ള കാര്യങ്ങൾ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെസ്സേജുകളായിരുന്നു എല്ലാവർക്കും തന്നെ ഇവരെ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസുകാർ അതൊക്കെ തന്നെ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഇവർ ഈ പറഞ്ഞ ഒരു ആറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് പോലീസുകാർ തെരച്ചിൽ തുടങ്ങുകയും ചെയ്തു. എന്നാൽ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും എത്രയൊക്കെ ടെക്നോളജി യൂസ് ചെയ്തിട്ടും അവർക്ക് അവിടെ നിന്ന് യാതൊരു ബോഡി പാർട്ടും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. യെസ്, അണ്ടർ വാട്ടർ സ്കാനിങ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടും യാതൊരു തുമ്പും കിട്ടിയില്ല. എന്നാലും ഈ ഒരു മഹേഷ് പറഞ്ഞതും അതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം നല്ല സിങ്കിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആള് പറയുന്നത് സത്യമാണെന്നുള്ളത് പോലീസുകാർ മനസ്സിലാക്കുകയായിരുന്നു. സത്യത്തിൽ ഈ ഒരു കേസിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിരുന്ന അഭയ്ക്ക് പാളിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോണിൽ നിന്ന് ടെക്സ്റ്റ് ചെയ്തപ്പോഴായിരുന്നു. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ടെക്സ്റ്റിംഗ് സ്റ്റൈൽ ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്നത് പോലെ ആയിരിക്കില്ല ഈ ഒരു വീഡിയോ കാണുന്ന വേറൊരാൾ മെസ്സേജ് അയക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടാവുക. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന രീതി, ഇമോജീസ്, അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ എല്ലാം വേറെ വേറെ ആയിരിക്കും. ഒരു യൂണീക്ക് ആയിട്ടുള്ളൊരു സ്റ്റൈൽ ഉണ്ടാവും. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാളായിട്ട് ചാറ്റ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളല്ലാതെ വേറൊരാൾ ആ ഒരു ഫോണിൽ നിന്ന് ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും എന്തൊക്കെയോ പന്തികേട് തോന്നും. ഇതാളാണോ അല്ലയോ എന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അത്തരത്തിലുള്ളൊരു സംഭവം തന്നെയായിരുന്നു ഇവിടെ നമ്മളുടെ എന്താ പറയുക ഈ ഒരു അശ്വിനിയുടെ ഹസ്ബൻഡിനും കിട്ടിയത്. രാജു നോക്കിയപ്പോൾ അശ്വിനി ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജിലാണ് മുഴുവൻ സംശയവും ആൾക്ക് വന്നത്. അതായത് അശ്വിനി ഒരിക്കലും YOU എന്നുള്ളൊരു സംഭവം ടൈപ്പ് ചെയ്യാറില്ല. യു എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ ആയിരുന്നു ടൈപ്പ് ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു മെസ്സേജിൽ ഹൗ ആർ യുവിൽ YOU ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് അശ്വിനി സാധാരണ ടൈപ്പ് ചെയ്യുന്ന പോലുള്ള യു ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മെസ്സേജ് അയച്ചത് വേറെ ആരോ ആണെന്നുള്ളൊരു സംശയം ആൾക്ക് വരികയാണ്. അപ്പോൾ ഇത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അശ്വിനിയുടെ വേറെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അശ്വിനി ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യാറ്, YOU എന്ന് ടൈപ്പ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അശ്വിനി YOU എന്ന് എന്താ പറയുക യു എന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്യാറേ ഇല്ല. എപ്പോഴും ജസ്റ്റ് ആ ഒരു ലെറ്റർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്നുള്ളത് പോലീസുകാർ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷനിലൂടെ കൺഫേം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു യുവിൽ സംശയം തോന്നിയ രാജു കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു അശ്വിനിയെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2-3 ദിവസം വിളിച്ചിട്ടും യാതൊരു റെസ്പോൺസും ഇല്ലാത്തത് കൊണ്ടാണ് അവർ നേരെ തന്നെ ചെന്നിങ്ങേറ്റ് അശ്വിനി താമസിക്കുന്ന വീട്ടിൽ പോയി നോക്കിയത്. അപ്പോഴാണ് വീട് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടതും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നതും അവിടെയും അവർ 3-4 ദിവസമായി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നതും അതിനുശേഷം കംപ്ലൈന്റ് കൊടുക്കുന്നതും. അപ്പോൾ ആരാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലാവുകയാണ്. പക്ഷേ മർഡർ മോട്ടീവ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത്? ഇവർ തമ്മിൽ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇവർ രണ്ടുപേരും എന്താ പറയുക പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് മറ്റൊരു കഥ പോലീസിന് മനസ്സിലാകുന്നത്. ഇവർ തമ്മിൽ മുൻവൈരാഗ്യവും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പൂനെയിൽ നിന്ന് 250 കിലോമീറ്റർ മാറിയിട്ടുള്ള ഷാങ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിലോട്ട് അശ്വിനിക്ക് ട്രാൻസ്ഫർ കിട്ടി പോയതായിരുന്നു. അപ്പോൾ അവരവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ പരിചയപ്പെട്ട അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥനായിരുന്നു ഈ ഒരു അഭയ്.
അപ്പോൾ അവർ രണ്ടുപേരും ഒരുപാടധികം സമയം എന്താ പറയുക ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇൻവെസ്റ്റിഗേഷൻ, അത് ഇത്, സ്റ്റേഷനിലത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യം വളരെ പ്രൊഫഷണൽ ആയിട്ടായിരുന്നു ഇവരുടെ ബന്ധം എന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു പ്രൊഫഷണൽ ലെവലിൻ്റെ അപ്പുറത്തോട്ട് ഇവരുടെ ബന്ധം വളരുകയായിരുന്നു. അതായത് ഇവർ തമ്മിൽ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉടലെടുക്കുകയായിരുന്നു. അശ്വിനിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരുടെ വിവാഹം കഴിഞ്ഞ ഒരു കുഞ്ഞൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അഭയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കും ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ രണ്ടുപേരുടെയും ഫാമിലിയുടെ കാര്യമൊക്കെ മറന്നിട്ട് അവർ രണ്ടുപേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇടക്കിടക്ക് കറങ്ങാൻ പോവുക, കാര്യങ്ങൾ ചെയ്യാൻ, നല്ല കമിതാക്കളെ പോലെ അവർ രണ്ടുപേരും അവരുടെ ലൈഫും കാര്യങ്ങളും എൻജോയ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. അങ്ങനെ ഇരിക്കുകയാണ് 2013 രത്നഗിരിയിലോട്ട് ഒരു പ്രൊമോഷണൽ ട്രാൻസ്ഫർ അശ്വിനിക്ക് ലഭിക്കുന്നത്. അങ്ങനെ അവർ രത്നഗിരിയിലോട്ട് പോയി. എന്നാലും അവർ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അഭയനെ കാണാനായിട്ട് ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. ഏകദേശം ഒരു 170 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടായിരുന്നു കേട്ടോ അവർ ടൈം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു അഭയനെ കാണാനായിട്ട് വരാറുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ പലപ്പോഴും ആളുകൾ അറിയാനുള്ളൊരു സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഈ ഒരു കേസിലും സംഭവിച്ചത്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ഈ അശ്വിനിയുടെ ഫാമിലിയും അതേപോലെ തന്നെ ഒരു രാജുവും അറിയുകയാണ്. യെസ്, വീട്ടിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരു എന്താ പറയുക, ഈ ഒരു പ്രണയത്തിൻ്റെ വിവരം വീട്ടിലറിഞ്ഞു, അശ്വിനിയുടെ വീട്ടിലറിഞ്ഞു, അതേപോലെ രാജുവിൻ്റെ വീട്ടിലറിഞ്ഞു. ആകെപ്പാട് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഇഷ്യൂ ഉണ്ടായ സമയത്താണ് അവർ വേറൊരു വീടെടുത്ത് മാറി താമസിച്ചിട്ടുണ്ടായത്. അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ താമസിച്ചിരുന്ന വീട്ടിലോട്ട് പോയി നോക്കി എന്നുള്ളത്. അങ്ങനെ ആ ഒരു വീടെടുത്ത് താമസിച്ചതിന് ശേഷമാണ് അഭയും അതുപോലെ തന്നെ അശ്വിനിയും തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് രൂക്ഷമാകുന്നത്. അതിൻ്റെ റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണമായിരുന്നു. യെസ്, അഭയനോട് തന്നെ കല്യാണം കഴിക്കാനായിട്ട് അശ്വിനി ആവശ്യപ്പെടുകയാണ്. അഭയ് ആ ഒരു ടൈമിലൊക്കെ നൈസായിട്ട് ഒഴിഞ്ഞു മാറി. എന്നാൽ അശ്വിനി വിടുന്നൊരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. എന്തായാലും എൻ്റെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എനിക്ക് നീ മതി, എനിക്ക് മറ്റവൻ വേണ്ട, അതേപോലെ തന്നെ നീ നിൻ്റെ ഭാര്യനെ മറ്റൊക്കെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. എന്നാൽ അഭയ്ക്ക് അതിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് അശ്വിനി ഭീഷണിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ടും കാര്യങ്ങൾ എത്തുകയാണ്. അതായത് എന്നെ മര്യാദക്ക് വിവാഹം കഴിച്ച് ജീവിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതെന്തായാലും പുറത്ത് പറയും, അതേപോലെ തന്നെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല, സോ നിനക്ക് എന്നെ കല്യാണം കഴിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു അശ്വിനി സംസാരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് ആകെപ്പാടെ എന്താ പറയുക വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തുകയാണ്. എങ്ങനെയെങ്കിലും അശ്വിനിനെ ഒഴിവാക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു പിന്നെ ഈ ഒരു അഭയ്ക്ക് ഉണ്ടായത്. സോ അശ്വിനിയെ സംസാരിച്ച് കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ദിവസം ആ ഒരു ഹോട്ടലിലോട്ട് അവരെ വിളിച്ചു വരുത്തിയത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കയറ്റി ചായ കുടിച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ഇവർക്കിടയിൽ ഈ ഒരു കാര്യം പറഞ്ഞു കയറ്റി ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് അവർ നേരെ തന്നെ കാറിൽ കയറിയിട്ട് ഈ ഒരു അഭയുടെ വീട്ടിലോട്ട് പോകുന്നത്. അവിടെ എത്തി ഇതിൻ്റെ കണ്ടിന്യൂഷൻ അവിടെ ഉണ്ടായി. അവിടെ വെച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ വൻ അടി ഉണ്ടാവുകയാണ്. ആ ഒരു ടൈമിലാണ് വീട്ടിലുണ്ടായിരുന്ന ഒരു ബാറ്റ് എടുത്തിട്ട് ഇയാൾ ആ ഒരു സ്ത്രീയുടെ തലക്കടിക്കുന്നതും അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നതും. അങ്ങനെ പോലീസുകാർ ഇവരുടെ വാട്സപ്പ് ചാറ്റ്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് ചാറ്റ്, കോൾ ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിട്രീവ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തന്നെ ഇവർ തമ്മിലുള്ള കണക്ഷൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചു. അങ്ങനെ ഇവർക്ക് 3 പേർക്കും എതിരായിട്ടുള്ള ചാർജ് ഷീറ്റും മറ്റുമൊക്കെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യായിരുന്നു. അതിനുശേഷം ഏകദേശം 9 വർഷത്തോളം കേസ് നടന്നു. അതായത് ഏപ്രിൽ 2025 ഈ ഒരു കേസിൻ്റെ വിധി വരുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ലഭിച്ചത്. പിന്നെ ഈ ഒരു എവിഡൻസ് നശിപ്പിക്കാനും ബോഡി ഡിസ്പോസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്ത കുന്ദനും അതുപോലെ തന്നെ ആളുടെ സുഹൃത്തായിട്ടുള്ള മഹേഷിനും 7 വർഷം വീതം തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. ഈ ഒരു കേസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയൊരു തലവേദന എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി കിട്ടാത്തതായിരുന്നു. എന്നാൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് എല്ലാം തന്നെ സ്ട്രോങ്ങും ആയിരുന്നു. അതേപോലെ തന്നെ എല്ലാം ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു അഭയിലോട്ട് എത്തുന്നത് കൊണ്ടുമാണ് ഈ ഒരു കേസ് തെളിയിക്കാനായിട്ട് സാധിച്ചത്. എന്നാലും ഏകദേശം 9 വർഷത്തോളം എടുത്തതിന് ശേഷമാണ് ഇവർ കുറ്റവാളികളാണെന്നുള്ളത് കോടതി കണ്ടെത്തിയതും ഇത്തരത്തിലുള്ള ഒരു വിധി പുറപ്പെടുവിപ്പിച്ചതും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.